വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ, വരുവിൻ കൃപകൾ പൊഴിയും കുരിശിനരികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. കൃപമേൽ കൃപയാർന്നിടുവാൻ നമ്മൾ പരമപാദം ചേർന്നിടുവിൻ. ധരയിൽ നടന്നതൻ ശരണം നമുക്കരുളും ശാശ്വത ശരണം. അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ, അല്ലും പകലും മുൻപിൽ നിൽപ്പവൻ തുണയാ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ദൈവത്തിൻ്റെ വചനവുമായി നമുക്കൊരുമിച്ച് വീണ്ടും ഇപ്രകാരം കൂടി വരുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പങ്കിടുകയായിരുന്നല്ലോ. ഇന്നും അതേ ഭാഗത്തിൻ്റെ തുടർച്ചയിലേക്ക് നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് കർത്താവിൽ ആഗ്രഹിക്കുന്നു. നാം വായിക്കുന്ന വചനം ഇതാണ്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. നമുക്കൊരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, അതിമനോഹരമായ അവസരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. ഇപ്പോൾ അതിന് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വചനം ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ, അത് ഞങ്ങൾ കേൾക്കുമ്പോൾ, അത് ഞങ്ങളുടെ ശരീരത്തിനും ഞങ്ങളുടെ മനസ്സിനും ആത്മാവിനും സൗഖ്യം തരുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ ചില മിനിറ്റുകൾ ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുന്നു. പ്രിയ കർത്താവേ, ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് കാണുന്നുണ്ട്. ഞങ്ങൾ കാണുന്നില്ലെങ്കിലും കർത്താവ് എല്ലാവരെയും അറിയുന്നതിനാൽ സ്തോത്രം. വീട്ടിൽ കിടക്കയിലിരുന്ന് കേൾക്കുന്നവരും സെറ്റിയിലും സോഫയിലും ഇരുന്ന് കേൾക്കുന്നവരും നടന്നും നിന്നും കേൾക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി യേശുവിന്റെ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യം ഗ്രഹിപ്പാൻ, വചനത്താലുള്ള സൗഖ്യവും അനുഗ്രഹവും പ്രാപിപ്പാൻ അവരുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വചനത്തിലൂടെ കടന്നുപോയി. ഒരുപക്ഷെ ഇത് കേട്ട് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും കേൾക്കാത്തവരും ഇന്ന് എൻ്റെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഉണ്ടാവും. ഇന്ന് ആദ്യമായിട്ട് കേൾക്കുന്നവർക്കും കൂടെ മനസ്സിലാകത്തക്കവണ്ണം, ഇതിന് മുൻപ് കേട്ടവർക്ക് വിരസത വരാത്തവണ്ണവും ഞാൻ മൂന്നാം ഭാഗം നിങ്ങളുമായിട്ട് പങ്കിടട്ടെ. ഇന്ന് ലോകത്തിൽ ബുദ്ധിമാന്മാരെയാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് മസിൽ പവറായിരുന്നു ശക്തി, എന്നാൽ ഇന്ന് ബുദ്ധിക്കാണ് പ്രധാനം. ബുദ്ധിയുള്ളവനാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. ബുദ്ധിയുള്ളവനാണ് ധനമുണ്ടാക്കുന്നത്. ബുദ്ധിയുള്ളവനാണ് മറ്റുള്ളവരെ കീഴടക്കുന്നത്. അതെ, ബുദ്ധി ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനുഷ്യൻ കണ്ടെത്തി. അതിനെക്കുറിച്ച് തന്നെ വിശദമായ പഠനങ്ങളും
ആധികാരികമായ അന്വേഷണങ്ങളും വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ആരാണ് ബുദ്ധിമാൻ? ദൂരക്കാഴ്ചയുള്ളവനാണ് ബുദ്ധിമാൻ. വില കൂടുതലുള്ള കാര്യങ്ങളെ നേരത്തെ ഗ്രഹിക്കുന്നവനാണ് ബുദ്ധിമാൻ. വിശുദ്ധ ബൈബിൾ എന്ന പ്രസ്താവന അതിശക്തമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ. എന്തുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാനാകുന്നത്? ധനം സമ്പാദിച്ചവനും വിദ്യാഭ്യാസം സമ്പാദിച്ചവനും ലോകത്തിൽ അധികാരസ്ഥാനങ്ങൾ സമ്പാദിച്ചവരുമെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇവിടം വിട്ടു പോകേണ്ടി വരും. നിങ്ങൾ ഒരുക്കി വെച്ചതും കരുതി വെച്ചതും സമ്പാദിച്ചു വെച്ചതുമെല്ലാം നിങ്ങളെ വിടുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിടുകയോ ചെയ്യേണ്ടി വരും. ഒരായുസ്സും മുഴുവൻ ഉപയോഗിച്ച് 50, 60, 70, 80 വർഷം ഉപയോഗിച്ച് നിങ്ങൾ സമ്പാദിച്ച ഒന്നിനും നിങ്ങളുടെ അന്ത്യനിമിഷത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. ആ സമയത്ത് നിങ്ങൾ വാവിട്ട് വിളിച്ചു പോകും, എൻ്റെ ദൈവമേ എന്ന്. നിരീശ്വരന്മാർ പോലും മരണക്കിടക്കയിൽ ദൈവമേ എന്ന് വിളിച്ചിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യൻ അവൻ്റെ ആയുസ് മുഴുവനും കൊണ്ട് നേടിയതെല്ലാം അവൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ അവനെ സഹായിക്കാൻ കഴിയാതെ വരുമ്പോൾ അവൻ ദൈവത്തെ വിളിക്കുന്നു. മറ്റൊരു ചിന്ത ഞാൻ പറയട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഒരു രോഗിയുടെ അപ്പനെ അമ്മയും വിളിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എൻ്റെ ശ്രോതാക്കൾക്ക് അതിൻ്റെ ആശയം മുഴുവൻ പിടിയിട്ട് കാണത്തില്ല. ഒരു 7 ലക്ഷം രൂപയോളം ഈ രോഗിക്ക് വേണ്ടി ഈ ആശുപത്രികളിൽ ചെലവാകിയ ശേഷം പേരൻസിൻ്റെ കയ്യിലുള്ള പണം മുഴുവൻ തീർന്നിട്ടും ഈ കുഞ്ഞിൻ്റെ രോഗത്തിനൊരു മാറ്റവും വരികയില്ലെന്ന് ബോധ്യപ്പെട്ട ശേഷം ഇനി ഇതിനൊരു മരുന്നും വൈദ്യശാസ്ത്രത്തിൽ ഇല്ലെന്ന് ഡോക്ടർക്ക് നന്നായിട്ട് അറിയാവുന്ന സാഹചര്യത്തിൽ പണവും തീർന്നു, ശാസ്ത്രവും പരാജയപ്പെട്ടപ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ എല്ലാ വാതിലും അടഞ്ഞപ്പോൾ പറയാനുള്ളൊരു വാക്കാണ്, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആ കാര്യം കുറച്ചുകൂടെ നേരത്തെ പറയുന്നു എന്ന് മാത്രം. നിങ്ങളുടെ പോക്കറ്റിലെ പണം തീരുന്നതിന് മുൻപ്, നിങ്ങളുടെ ആരോഗ്യം തീരുന്നതിന് മുൻപ്, നിങ്ങളുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നിങ്ങളുടെ പ്രതീക്ഷകൾ കൈവിടുന്നതിന് മുമ്പ്, നിങ്ങളുടെ ധൈര്യം ചോർന്നു പോകുന്നതിന് മുമ്പ് ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ നിങ്ങളാണ് ബുദ്ധിമാൻ. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള പ്രധാന ചിന്ത. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ കുറിച്ചുള്ള നമ്മുടെ ഈ അന്വേഷണത്തിൽ വിശുദ്ധ ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നിന്ന് നാം ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പേര് സക്കായി എന്നാണ്. അദ്ദേഹത്തിൻ്റെ ദൈവാന്വേഷണ ചിന്തയെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളോട് പങ്കിടുകയായിരുന്നു. അങ്ങനെ പങ്കിട്ട ആ കാര്യത്തിൽ ചില കാര്യങ്ങൾ നാം ഒരുമിച്ച് പങ്കിട്ടു. അദ്ദേഹം ധനവാനായിരുന്നു, ഒരു ഗവൺമെൻറ് ഉദ്യോഗം ഉണ്ടായിരുന്നു, ന്യായമായൊരു സൊസൈറ്റിയും തനിക്കുണ്ടായിരുന്നു. എങ്കിലും യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അതിനെ സംബന്ധിച്ച് ഞാനൊരു 7 കാര്യങ്ങൾ നോട്ട് ചെയ്തത് നിങ്ങളോട് പറയാം. ഒന്ന്, അന്വേഷണ ബുദ്ധിയുള്ള സക്കായി. അന്വേഷണ ബുദ്ധി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു സത്യസന്ധത വേണം. യാതൊരുവിധ മായവും ചേർക്കാതെ അന്വേഷിക്കുക. സത്യം അന്വേഷിക്കുന്നവൻ ഒരു വശത്തേക്കും ചെരിയരുത്. സത്യത്തെ അന്വേഷിക്കുക, എങ്കിൽ നിങ്ങൾ കണ്ടെത്തും. അവനൊരു സത്യാന്വേഷിയായിരുന്നു. 2, അവൻ പ്രതിസന്ധികളെ അതിജീവിക്കുന്നവനായിരുന്നു. അവൻ മുന്നോട്ടിറങ്ങിയപ്പോൾ പുരുഷാര നിമിത്തം കാണാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ പ്രസംഗിച്ചിട്ടുള്ളതാകുന്നു, വിവരിക്കാതെ വിടട്ടെ. അവൻ പ്രതിസന്ധികളെ അതിജീവിച്ചു. ഏതൊരു നല്ല കാര്യത്തിനും പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ പ്രതിസന്ധി കണ്ട് പുറകോട്ട് മാറുന്നവൻ ഒരു കാലത്തും വിജയത്തിലെത്തുന്നില്ല. പ്രതിസന്ധി പരാജയത്തിൻ്റെ മുന്നോടിയല്ല, വിജയത്തിൻ്റെ മുന്നോടിയാണ്. അവൻ പ്രതിസന്ധിയെ അതിജീവിച്ചു. 3, അവൻ സ്വന്തം വഴി തിരഞ്ഞെടുത്തു. അതാണ് ആ മരത്തിൽ കയറിയത്. ഏത് മനുഷ്യനും അവൻ്റെ കാര്യങ്ങൾ സുഗമമല്ലാതെ വരുമ്പോൾ, കാലുകൾ വയ്ക്കാൻ ഇടമില്ലാതെ വരുമ്പോൾ, കാര്യങ്ങൾ കുഴയുമ്പോൾ അവൻ ഏതെങ്കിലും ഒരു വഴി അവൻ കണ്ടെത്തും. അങ്ങനെ സക്കായി മരത്തിൽ കയറിയെന്നേ ഉള്ളൂ. മരത്തിൽ കയറണമെന്നുള്ളത് അവൻ്റെ ആഗ്രഹത്തിൽപ്പെട്ടതല്ല, അവൻ്റെ ബഡ്ജറ്റിൽപ്പെട്ടതല്ല. അതൊരു പ്ലാൻ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനുണ്ടായിരുന്നില്ല. ഇത് വഴിമധ്യത്തിൽ വെച്ച് വന്ന ചിന്തയാണ്. അതെ, ഞാനും നിങ്ങളും ജീവിതത്തിൽ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ അതിനൊരു തടസ്സം വന്നാൽ
പിന്നെ ഒരു വഴി കണ്ടെത്തുക എന്നുള്ളത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ബുദ്ധിയാണ്. അതെ, അവനൊരു സ്വന്തം വഴി തിരഞ്ഞെടുത്തു. നാലാമത്തെ കാര്യം, അവൻ ദൈവത്തിൻ്റെ വഴിക്ക് കീഴ്പ്പെട്ടു. കർത്താവ് അവനോട് പറഞ്ഞു, നീ വേഗം ഇറങ്ങി വരാൻ. അതെ, അവൻ വേഗത്തിൽ ഇറങ്ങി വന്നു. അവൻ ദൈവത്തെ അനുസരിച്ചു. ദൈവത്തെ അനുസരിക്കുക. നാം ദൈവത്തെ അന്വേഷിക്കുവാൻ മതങ്ങൾ, അവൻ മരമാണ് കണ്ടെത്തിയതെങ്കിൽ നാം മതമാണ് കണ്ടെത്തുന്നത്. ദൈവത്തെ അന്വേഷിക്കുവാൻ ഓരോരുത്തർക്കും ഓരോ മാർഗമാണ്. മനുഷ്യ ദൈവങ്ങളുടെ പുറകെ പോയി ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച് ആയുസ് പാഴാക്കിയിട്ട് ദൈവത്തെ ചീത്ത പറയുന്ന ധാരാളം സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് അന്വേഷണത്തിൽ പറ്റിയ പാളിച്ചയാണ്. അവർ മനുഷ്യ ദൈവങ്ങളെയാണ് അന്വേഷിച്ചത്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ മനുഷ്യ ദൈവങ്ങളുണ്ട്. മരിച്ചുപോയ ദൈവങ്ങളുമുണ്ട്, ജീവിച്ചിരിക്കുന്ന ദൈവങ്ങളുമുണ്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെല്ലാം മനുഷ്യൻ നിർമ്മിച്ച ദൈവങ്ങളാണ്. എന്നാൽ മനുഷ്യനെ നിർമ്മിച്ച ദൈവത്തെ അന്വേഷിക്കുന്നതാണ് നമ്മുടെ ചിന്താ വിഷയം. മനുഷ്യൻ നിർമ്മിച്ച ദൈവമല്ല, മനുഷ്യനെ നിർമ്മിച്ച ദൈവം. സക്കായി സ്വന്തം വഴി തിരഞ്ഞെടുത്തു. അതൊരു മരമായിരുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധിയിൽ ഉദിച്ച ഓരോരോ വഴികൾ തിരഞ്ഞെടുത്തു. അത് മരമോ മതമോ മറ്റെന്തെങ്കിലുമോ. എന്നാൽ അവിടെ ഇതാ ദൈവത്തിൻ്റെ വഴി വരുന്നു. നീ വേഗം ഇറങ്ങി വാ. സക്കായി സ്വന്തം വഴി വിട്ടു, ദൈവത്തെ അന്വേഷിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അന്വേഷിക്കുന്ന നിനക്ക് ദൈവം ഒരു വഴി കാണിച്ചു തരും. സത്യസന്ധമായ അന്വേഷണമാണെങ്കിൽ, ഒരു വ്യക്തിയോടും ചായാതെ, ഒരു പരമാർത്ഥ ഹൃദയത്തിൽ നിന്ന്, അന്തരാത്മാവിൽ നിന്നുള്ള ഒരു ദൈവാന്വേഷണമാണെങ്കിൽ, അദൃശ്യനായ ദൈവം സത്യത്തെക്കുറിച്ചൊരു ദർശനം നിന്റെ അകത്ത് തരും. അങ്ങനെ ഒരു ദൈവിക വഴി മനുഷ്യന് വെളിപ്പെട്ട് കിട്ടി. ഞാൻ ബൈബിളിൽ നിന്നൊരു വാക്യം പറയട്ടെ, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിൽ ആക്കും. ഇന്ന് ഈ പ്രസംഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വർഷങ്ങളായി ജീവിക്കുന്ന ഒരു ദൈവമുണ്ടോ? പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടോ? സത്യത്തിൽ ഒരു ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം തൻ്റെ വഴി വെളിപ്പെടുത്തി തരുന്നതാണ് ഈ മെസ്സേജ് എന്ന് മറക്കാതിരിക്കുക. ദൈവം തൻ്റെ വഴി എല്ലാ കാലങ്ങളിലും വെളിപ്പെടുത്തുന്നു. അഞ്ചാമത്തെ കാര്യം, സക്കായി വേഗത്തിൽ ഇറങ്ങി വന്ന് യേശുവിനെ കൈക്കൊണ്ടു എന്ന് വായിക്കുന്നു. വാക്യം 6, ലൂക്കോസ് 19:6. അവൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. വേഗത്തിൽ അവൻ ഇറങ്ങി വന്ന് യേശുവിനെ കൈക്കൊണ്ടു. സ്വന്തം അന്വേഷണത്തിൽ ഒരു മരത്തിൽ കയറിയ മനുഷ്യനിതാ വേഗത്തിൽ ഇറങ്ങി വന്ന് യേശുവിനെ കൈക്കൊണ്ടു. ബൈബിളിൽ ഒരു മനോഹരമായ വാക്യമുണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. കാര്യം വളരെ സിമ്പിളാണെങ്കിലും വീട്ടിൽ നിന്നിറങ്ങിയ ഇവൻ അപ്രതീക്ഷിതമായി മരത്തിൽ കയറി അസാധാരണമായ വിധത്തിൽ താഴെ ഇറങ്ങി. ഇപ്പോൾ അവൻ ശരിയായ വഴിയെ വന്നു. യഥാർത്ഥ ദൈവാന്വേഷണത്തിൻ്റെ പാതയിൽ അവനെത്തി. യേശുവിനെ കൈക്കൊണ്ടു. വളരെ മനോഹരമായ ഒരു സന്ദേശം എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. യേശു ക്രിസ്തു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ ദൈവത്തിങ്കിലേക്കുള്ള ഏക വഴിയായ യേശുവിനെ സക്കായി കൈക്കൊണ്ടു. അതിനു മുമ്പ് അവൻ ഒരുപാട് തടസ്സങ്ങളും സ്വന്തം വഴികളും കണ്ടെങ്കിലും ഒടുവിൽ അവൻ യഥാർത്ഥ വഴിയായ യേശുവിനെ കണ്ടു. യേശുവിനെ ഒരുവൻ കണ്ടാൽ അവൻ്റെ ജീവിതത്തിന് മാറ്റം വരാതിരിക്കുകയില്ല. അവൻ വേഗത്തിൽ ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. യേശുവിനെ അവൻ കൈക്കൊണ്ടു. ആറാമത്തെ ചിന്ത, പശ്ചാത്തപിക്കുന്ന സക്കായി. പശ്ചാത്തപിക്കുന്ന സക്കായി. അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവേ, എൻ്റെ വസ്തുവയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്നവൻ പറഞ്ഞു. ഇവിടെ നിങ്ങൾ എന്നോട് ചേർന്ന് ചിന്തിക്കുമെങ്കിൽ ഞാൻ അല്പം ശാന്തമായിട്ട് പറയാം. സക്കായിയുടെ ബിസിനസ് എന്താണെന്ന് യേശു ചോദിച്ചിട്ടില്ല. സക്കായിയുടെ കയ്യിലുള്ള പണത്തിൻ്റെ, അതായത് വരുമാനത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം, ഇതെവിടുന്ന് വന്നു, ഇത് എങ്ങനെ ഉണ്ടാക്കി, ഇതിനകത്ത് എന്തെങ്കിലും അഴിമതിയുണ്ടോ, ഇതൊന്നും യേശു ചോദിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാളൊക്കെ ഡീസൻ്റ് ആയിട്ടാണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. നമ്മളൊരു മനുഷ്യനെ കണ്ടാൽ ഉടനെ, ഒരു നല്ല കാറ് കണ്ടാൽ ഉടനെ, ഒരു നല്ല വീട് കണ്ടാൽ ഉടനെ, ഒരു നല്ല കല്യാണം കഴിക്കുന്ന കണ്ടാൽ ഉടനെ നമ്മൾ അതിനകത്തൊരു നെഗറ്റീവ്, ഒരു ദോഷമായ കണ്ണുകൊണ്ടേ കാണുകയുള്ളൂ. എന്നാൽ ഈ ധനികനായ സക്കായിയോട് യേശു ആ കമൻറ്റുകൾ ഒന്നും തന്നെ പറയുന്നില്ല. ഇതിനെക്കുറിച്ചൊന്നും യേശു ചോദിക്കുന്നില്ല. കാരണം
കർത്താവ് അസൂയുള്ളവനല്ല. മനുഷ്യൻ എപ്പോഴും മാനുഷിക ചിന്തയേ ഉള്ളൂ. ദൈവപുത്രൻ ഇതൊന്നും അവനോട് ചോദിച്ചില്ല. പക്ഷെ യേശുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അവൻ പറയുന്നു, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ലോകത്തിൽ ചരിത്രമറിയാവുന്നവർക്കറിയാം, ലോകത്തിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ 80% യേശു ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണ് ചെയ്യുന്നത്. മദർ തെരേസ ഇന്ത്യയിൽ ഏറ്റവും ആദരിക്കപ്പെട്ട വനിതയായി മാറിയത് അവർ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനമാണ്. പക്ഷേ മദർ തെരേസയെ ഇന്ന് നിങ്ങൾ വിളിച്ചു ചോദിക്കാൻ പറ്റൂല്ലെങ്കിലും ചോദിക്കുന്നതായിട്ട് സങ്കല്പിക്കൂ. മദർ തെരേസയെ, നിങ്ങൾക്ക് ഈ ഇത്ര വലിയ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുവാനുള്ള ചേതോവികാരം എന്താണ്, നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ സ്നേഹമെന്നായിരിക്കും ആ സ്ത്രീ പറയുന്നത്. നോക്കൂ, ധനികനും അഴിമതിക്കാരനുമായ സക്കായി തൻ്റെ സ്വത്തിൻ്റെ നേർപകുതി ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സ്പർശനമാണ് മനുഷ്യനെ കരുണയുള്ളവനാക്കി തീർക്കുന്നത്. ലോകത്തിലെ ചിന്തകൾ നമ്മളെ ദ്രവ്യാഗ്രഹികളും ധനമോഹികളും ജഡീകന്മാരും അഹങ്കാരികളുമാക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മെ കരുണയുള്ളവരാക്കി മാറ്റുന്നു. നോക്കൂ, ആ മനുഷ്യൻ എത്ര വേഗത്തിലാണ് എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ക്രിസ്തുവിൻ്റെ സാമീപ്യം, ക്രിസ്തുവിൻ്റെ ശബ്ദം നീ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ മനസ്സിനൊരു മാറ്റം വന്നിരിക്കും. ഇവിടെ പശ്ചാത്തപിക്കുന്ന സക്കായി എന്നുള്ളത് കഴിഞ്ഞ് 7-ാമത്തേതിലേക്ക് ഞാൻ കയറുന്നു. മാനസാന്തരപ്പെടുന്ന സക്കായി, അല്ലെങ്കിൽ ജീവിത വീക്ഷണത്തിന് മാറ്റം വരുത്തുന്ന സക്കായി. നമുക്ക് ശാന്തമായി ചിന്തിക്കാം. ഒരു ബസ്സിൽ ടിക്കറ്റ് എടുക്കുന്നു, 12 രൂപ 50 പൈസയുടെ ടിക്കറ്റ്. അയാൾ 5 രൂപ ബാക്കി, 20 രൂപയുടെ നോട്ട് നിങ്ങൾ കൊടുക്കുന്നു, 5 രൂപ ബാക്കി തരുന്നു. ബാക്കി 2.5 രൂപയ്ക്ക് വേണ്ടി ആ ബസ്സിൽ കിടന്ന് നമ്മൾ വഴക്കുണ്ടാക്കും. കാരണം അത് അങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്. അപ്പോൾ ആ പൈസ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമാവും. 50 പൈസ ബാലൻസ് കിട്ടാനുണ്ടെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ പൈസ ഉണ്ടാക്കിയവർക്കേ പൈസയുള്ളൂ. നിങ്ങൾ എൻ്റെ ചിന്തയിലേക്ക് വരൂ, ഞാൻ പറയാം. കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കും. 50ൻ്റെ പൈസകളും 1 രൂപയുടെ തുട്ടുകളും 1 ലക്ഷത്തിൻ്റെ നോട്ടുകളും വളരെ നഷ്ടപ്പെടാതെ സംഭരിച്ച് ബാങ്കിലിട്ട മനുഷ്യൻ അതിൻ്റെ നേർപകുതി ഇപ്പോൾ ദരിദ്രർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇയാളുടെ മാനസാന്തരത്തിൻ്റെ ഡെപ്ത്, ആഴം ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് മാനസാന്തരം? മനസ്സിന് വന്ന മാറ്റം. എന്താണ് മാനസാന്തരം? മനോഭാവത്തിലെ വ്യത്യാസം. മനോഭാവത്തിലെ വ്യത്യാസം വളർന്നുകൊണ്ടിരിക്കും ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്. അത് വളർന്നാൽ എവിടം വരെ വരുമെന്ന് ഫിലിപ്പിയർ 2:5 എഴുതിയിട്ടുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: ക്രിസ്തുയേശുവിലുള്ള മനോഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ക്രിസ്തു സാന്നിധ്യത്താൽ ഒരു മനുഷ്യന് വരുന്ന മനോമാറ്റം ക്രിസ്തു തുല്യമായി വളരുമെന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അതെ, അവന് വന്ന മാറ്റം ഭയങ്കരമാണ്. അവൻ്റെ മനസ്സിന് ആഴമായ മാറ്റം വന്നു. ഒന്നാമത്തെ മാറ്റം, മനോഭാവത്തിലെ ഒന്നാമത്തെ മാറ്റം, നമ്പറിട്ട് പഠിക്കേണ്ടതാണ്. ഒന്നാമത്തെ മാറ്റം ധനത്തോടുള്ള മനോഭാവം. ഒരു മനുഷ്യനെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്താൽ മതി. ഇതാര് പറഞ്ഞു? ഉപദേശിവന് പറഞ്ഞതല്ല, ലോകത്തിലെ ധനശാസ്ത്രജ്ഞന്മാർ പറഞ്ഞ വാക്കാണ്. നിങ്ങൾക്കൊരു മനുഷ്യനെ തിരിച്ചറിയണോ? ആ മനുഷ്യന് കുറച്ച് പണം കൊടുക്കൂ. അയാൾ ആ പണത്തോടുള്ള മനോഭാവയുടെ ആർത്തി, അതിനകത്തെ വിശ്വസ്തത, അതിൽ പറയുന്ന നുണകൾ, അഡ്ജസ്റ്റ്മെന്റ്, ഇതിൽ നിന്ന് മുഖത്ത് നോക്കിയാൽ പറയാം ഈ മനുഷ്യൻ ആരാണ്. പണത്തിൻ്റെ മുമ്പിൽ കീഴ്പ്പെടാത്തവൻ, പണത്തിൻ്റെ മുമ്പിൽ ഭയപ്പെടാത്തവൻ, വിറയ്ക്കാത്തവൻ, പതറാത്തവൻ, തൊണ്ടയിടറാത്തവൻ, അവൻ ലോകത്തിൽ ഒരിടത്തും തോക്കുകയില്ലെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നോക്കൂ, യേശു അവൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൻ്റെ ഒന്നാമത്തെ മനോഭാവത്തിലെ വ്യത്യാസം കണ്ടോ? ധനത്തോടുള്ളവൻ്റെ മനോഭാവം രാവും പകലും പോലെ വ്യത്യാസപ്പെട്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ജീവിതത്തിൽ ഒരു മാറ്റത്തിന് തയ്യാറാണെങ്കിലേ യേശുവിനെ അന്വേഷിച്ചിട്ട് പ്രയോജനമുള്ളൂ. യേശുവിനെ അന്വേഷിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം മാറ്റത്തിന് വിധേയപ്പെടും. നമ്മെ വാസ്തവത്തിൽ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ഘടകം ഏതാ? പ്രിയ സ്നേഹിതരെ, നമ്മളെ ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത് എന്താ? നമ്മെ നിയന്ത്രിക്കുന്നത് എന്താ? ധനചിന്തയല്ലേ? സത്യം പറ. യഥാർത്ഥത്തിൽ പറഞ്ഞ നമ്മളുടെ മനസ്സിനെ
മനസ്സിൻ്റെ അറയിലെ 98% ഭാഗവും കവർന്നു വെച്ചിരിക്കുന്നത് ധനത്തെക്കുറിച്ചുള്ള ചിന്തയല്ലേ? നമ്മൾ 3 വയസ്സായപ്പോൾ കൊച്ചിനെ കൊണ്ടുവന്നൊരു സ്കൂളിൽ അഡ്മിഷൻ എടുക്കുമ്പോഴത്തെ നമ്മുടെ കണ്ണെന്താണ്? ആ കുട്ടി MBBS പഠിച്ചിറങ്ങി വരുമ്പോൾ കിട്ടാൻ പോണ ശ്രീധനം എത്രയാണെന്നുള്ളതല്ലേ? ധനത്തെക്കുറിച്ചുള്ള ചിന്തയല്ലേ മനുഷ്യനെ ഇന്ന് ഭരിക്കുന്നത്? ഞാനൊരു സുവിശേഷൻ എന്ന നിലയിൽ സത്യം നിങ്ങളോട് പറയാം, ഇന്ന് ആരാ ലോകത്തെ ഭരിക്കുന്നത്? ധനമാ ഭരിക്കുന്നത്. അനേകം മനുഷ്യരുടെ മനസ്സിനകത്ത് ധനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നു. അവരത് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഒരു കൊച്ചിന് കല്യാണം പോലും ആലോചിക്കുന്നത്. അത് സ്വപ്നം കണ്ടുകൊണ്ടാണ് അവർ നടക്കുന്നത്, കിടക്കുന്നത്, ഇരിക്കുന്നത്, ഉറങ്ങുന്നത്, മരിക്കുന്നത് വരെയും ഈ ചിന്തയാണ്. യേശു അവൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ അവൻ ആദ്യം അവിടെ തൊട്ടു. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പറയാനുണ്ട്. നമ്മെ ഏറ്റവും കൂടുതൽ കീഴടക്കി വെച്ചിരിക്കുന്നതും നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നതും സ്വാധീനിക്കുന്നതുമായ മേഖല എവിടെയാണോ അവിടെയാണ് യേശു തൊടുന്നത്. എന്നേക്കാൾ അധികമായി എന്തിനെങ്കിലും സ്നേഹിക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ലെന്ന് യേശു പറഞ്ഞു. നിങ്ങൾ ഇന്ന് രാവിലത്തെ ഈ സന്ദേശം ഏറ്റെടുത്തേ പറ്റൂ. സക്കായി യേശുവിനെ കണ്ടപ്പോൾ യേശു ആവശ്യപ്പെടാതെ തന്നെ അവനവൻ്റെ ധനചിന്തയിൽ ഒരു മാറ്റം വരുത്തി. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ധനത്തോടുള്ള മനോഭാവത്തിലെ മാറ്റമാണ് നമ്പർ 1. സക്കായിയോടുള്ള ബന്ധത്തിൽ അതാണ്. തുടർന്ന് ജീവിത വീക്ഷണത്തിൽ, ജീവിതത്തെക്കുറിച്ചുള്ള മനോഭാവത്തിൽ മാറ്റം. എന്തിനു ജീവിക്കുന്നു? എന്താണ് ജീവിതം? ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? ഈ വക ചിന്തകളിലുള്ള മനോഭാവത്തിലെ മാറ്റം. 3, എന്നെക്കുറിച്ചുള്ള എൻ്റെ മനോഭാവത്തിലെ വ്യത്യാസം. എന്നെക്കുറിച്ചുള്ള എൻ്റെ മനോഭാവം വളരെ വിലപ്പെട്ടതാണത്. എല്ലായിടത്തും ഞാൻ 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 ഞാൻ, ഈ ചിന്തയാണ് മനുഷ്യനെ അലട്ടുന്നത്. എന്നാൽ ക്രിസ്തു ശിഷ്യൻ്റെ ചിന്ത എന്നാണെന്നറിയാമോ? എല്ലാറ്റിലും വലുതെൻ്റെ കർത്താവ്. ഞാനല്ല, എൻ്റെ സുഹൃത്താണ് എന്നേക്കാൾ വലിയവൻ. മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്നെണ്ണുന്ന മനോഭാവം. ഈ ചിന്തയിലെല്ലാം ഈ സക്കായിക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ സമാപനത്തിലേക്ക് ഞാൻ നീങ്ങുന്നു. ഇവിടെ ഈ വിഷയം അവസാനിക്കുന്നില്ല. മൂന്നാമതൊരു പ്രശ്നം അവിടെ ഉദിക്കുന്നുണ്ട്. ഈ 7 കാര്യങ്ങൾ സക്കായിയെക്കുറിച്ച് ഞാൻ പറഞ്ഞെങ്കിൽ ഇവിടെ 3 കഥാപാത്രങ്ങളെ, 3 ഗ്രൂപ്പ് ആളുകളെ ഞാൻ കാണിക്കാം. 1 യേശു, 2 സക്കായി, 3 കണ്ടവർ. കണ്ടവരെ കുറിച്ച് ഞാൻ വായിക്കാം. വാക്യം 7. കണ്ടവരെല്ലാം അവൻ പാപിയായ ഒരു മനുഷ്യനോട് പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പിറുവിറുത്തു. കണ്ടവർ ആരാണ്? ഈ കണ്ടവർ? അവർക്ക് അഡ്രസ് ഇല്ല. യേശുവിന് പേരുണ്ട്, സക്കായിക്ക് പേരുണ്ട്. ആരാണ് ഈ കണ്ടവർ? വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം ഇവിടെ വെളിപ്പെടുക. ഏതൊരു നല്ല കാര്യത്തിന് എതിര് നിൽക്കുന്ന കുറച്ച് കണ്ടവരുണ്ട്. യേശു ക്രൂശിക്കപ്പെടുമ്പോൾ അവിടെ കുറച്ച് കണ്ടവരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് മത്തായി സുവിശേഷം 27:39 എഴുതിയിരിക്കുന്നത്, കടന്നു പോകുന്നവർ അവനെ ദൂഷിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക. ആരാണ് ഈ കടന്നു പോകുന്നവർ? എവിടുന്ന് വന്നെന്നറിയാൻ മേല, എവിടേക്ക് പോകുന്നു എന്നറിയില്ല, എന്തിനു വന്നു എന്നറിയില്ല, അഡ്രസ് ഇല്ല, ലക്ഷ്യമില്ല, കാഴ്ചപ്പാടില്ല. കണ്ടതിലൊക്കെ അഭിപ്രായം പറയുന്നവരാണ് കണ്ടവർ. ഇവരാണല്ലേ നിങ്ങളുടെ സത്യാന്വേഷണത്തിന് തടസ്സം. ഇവരല്ലേ വേർപെടുന്നതിന് തടസ്സം. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നതിന് തടസ്സം. കർത്താവിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നതിന് തടസ്സം ആരാണ്? അഡ്രസ്സുള്ള ആരുമല്ല, കണ്ടവർ. മറക്കണ്ട, കണ്ടവർ. ഈ കണ്ടവരുടെ കമന്റ് കേൾക്കണോ? ഇവൻ പാപിയെ ഒരു മനുഷ്യരോട് പാർക്കാൻ പോയല്ലോ. ഇവിടെ അവർ യേശുവിന് സപ്പോർട്ടാണ്. എന്നാൽ ഇതേ പുസ്തകത്തിന്റെ വേറൊരു ഭാഗത്ത് യോഹന്നാൻ സുവിശേഷം 9:22 അവർ ആ വീട്ടുകാർക്ക് സപ്പോർട്ടാണ്. അവിടെ പറയുകയാണ് യേശുവിനെ കൈക്കൊള്ളരുത്, യേശു ശരിയല്ല. ഇവിടെ യേശുവിനോട് പറയുകയാണ് സക്കായിയുടെ വീട്ടിൽ പോകരുത്, സക്കായി ശരിയല്ല. ഇതാണ് കണ്ടവരുടെ റിപ്പോർട്ട്. ലോകത്തിൽ ആരും മൈൻഡ് ചെയ്യാത്തൊരു വ്യക്തിയെ യേശു സ്നേഹിച്ചപ്പോൾ യേശുവിനോട് പറയുകയാണ് അവൻ കൊള്ളുകയില്ല. എന്നാൽ വേറൊരുത്തൻ യേശുവിനെ സ്നേഹിച്ചപ്പോൾ അവനോട് പറയുകയാണ് യേശു കൊള്ളൂല. ഈ കണ്ടവരുടെ വാക്ക് കേട്ട് മടിച്ചു നിൽക്കുന്നവർ ഇന്നൊരു തീരുമാനമെടുക്കട്ടെ, യേശുവിൻ്റെ വാക്ക് ഞാൻ കേൾക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അതെ, നമുക്കിന്ന് വിലപ്പെട്ട ഒരു തീരുമാനം എടുത്തേ പറ്റൂ. നിങ്ങളുടെ ദൈവാന്വേഷണം എവിടെ വരെ നിൽക്കുന്നു? യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളിൽ ഒരു പശ്ചാത്താപം ഉണ്ടാക്കിയിട്ടുണ്ടോ?
പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ അവസാനിപ്പിക്കുക. ആരും പൂർണ്ണരല്ല. പക്ഷേ ഞാൻ എന്നെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ഞാൻ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ യേശുവിനെ കാണുമ്പോൾ എനിക്കെൻ്റെ പോരായ്മകൾ വെളിപ്പെടും. സക്കായി ഇന്ന് വരെ അവൻ്റെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ മുമ്പിൽ വന്നപ്പോൾ അവൻ കരയാൻ തുടങ്ങി. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഏറ്റവും മനോഹരമായ അവസരത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ എന്ന തിരുവചന ചിന്ത വീണ്ടും ഞങ്ങൾക്ക് തുടരുവാനിടയാക്കിയതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ സാന്നിധ്യം ഒരു മനുഷ്യൻ്റെ മനോഭാവത്തിൽ വരുത്തുന്ന മാറ്റത്തെക്കുറിച്ച് ഞങ്ങൾ ഇന്ന് പകലിൽ കണ്ടല്ലോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഇനി മാറ്റം വരുവാനുണ്ടെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഈ വചനം കേട്ട് എല്ലാവരും അവരുടെ മനോഭാവത്തിലൊരു മാറ്റം വരുത്തുവാൻ, യേശുവിനോടൊത്ത് യാത്ര ചെയ്യുവാൻ, മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാകയാൽ സ്തോത്രം. ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട്, കണ്ടവരുടെ കമൻ്റ് കേട്ട് മനം മടുത്ത് നിൽക്കുന്നവർ യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ, യേശുവിനെ പിൻപറ്റുവാൻ ഒരു പൂർണ്ണ തീരുമാനത്തിലേക്ക് കർത്താവ് നയിക്കണമേ. ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് ഹൃദയം നിറഞ്ഞ് നന്ദി. ഈ കേട്ടതായ വചനങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങൾ ഷെയർ ചെയ്യുവാൻ, പങ്കിടുവാനുണ്ടെങ്കിൽ രഹസ്യമായി സൂക്ഷിക്കുമെന്ന ഉറപ്പോടുകൂടെ ഞങ്ങളുടെ മേൽവിലാസം ഇവിടെ അറിയിക്കട്ടെ. പാസ്റ്റർ ബാബു ചെറിയാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 6, പിറവം, എറണാകുളം ഡിസ്ട്രിക്ട് എന്ന മേൽവിലാസത്തിൽ കത്തുകൾ അയക്കാം. ഈ കത്തിനകത്ത് നിങ്ങളുടെ ഏത് പ്രാർത്ഥനാ വിഷയവും അറിയിക്കാം. നിങ്ങളുടെ വേദനകളോ ദുഃഖങ്ങളോ പങ്കിടുവാൻ ഈ അവസരം ഉപയോഗിക്കുക. ടെലിഫോണിലൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുവാൻ 0485 224 3515 ഈ നമ്പറിൽ ബന്ധപ്പെടുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ പിതാവേ, എൻ യഹോവേ, നിന്നിലാകണമേ. നിന്നെ അറിയാൻ, നന്മ നിറയാൻ ഭാഗ്യമേകണമേ. പൂണ്ടോർക്കായി